പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും വിതരണക്കാരനുമായ ഗാന്ധിമതി ബാലന് കണ്ണീരിൽ കുതിർന്ന യാത്രാമംഗളം. തിരുവനന്തപുരം ശാന്തി കവാടത്തിലാണ് ഗാന്ധിമതി ബാലന് സിനിമാലോകം അന്ത്യവിശ്രമമൊരുക്കിയത്. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ഗാന്ധിമതിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി വസതിയിലും ശാന്തി കവാടത്തിലും എത്തിയിരുന്നു. മലയാള സിനിമയിൽ നാഴികക്കല്ലായി മാറിയ മികച്ച സിനിമകൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിമതി ബാലൻ. സിനിമാ നിർമ്മാതാവ് എന്നതിലുപരി ആഴത്തിലുള്ള സൗഹൃദങ്ങൾ സൂക്ഷിച്ച ഗാന്ധിമതി ബാലന്റെ ഓർമ്മകൾ സുഹൃത്തുക്കൾ പങ്കുവച്ചു. ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ, ഞാൻ ബാലനെക്കാട്ടിലും കുറച്ച് സീനിയർ ആണെങ്കിൽ കൂടി സിനിമയിൽ അദ്ദേഹം എന്നെക്കാട്ടിലും ഒരു വയസ്സിന് മൂത്ത, 1-2 വയസ്സിന് മൂപ്പുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ 82 മുതൽ ഒരുമിച്ച്, ഞാൻ ആദ്യം ബാലനെ കാണുന്നത് പുള്ളി ഇത്തിരി നേരം ഒത്തിരിക്കാരെന്ന് പറഞ്ഞ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനായിട്ട് മദ്രാസിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ചലച്ചിത്ര പരിഷത്തിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അന്ന് മുതലൊരു ബന്ധമാണ്. ഇങ്ങോട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങളെ ബന്ധം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിച്ചു. പിന്നെ ആ സമയങ്ങളിലുണ്ടായിരുന്ന ഒത്തിരി സിനിമകൾ, ഞങ്ങൾ ഈ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് ഞങ്ങൾ പറയുന്ന അന്ന് ഒത്തിരി സിനിമകൾ ഒരുമിച്ച് ചേർന്ന് എടുത്ത ഒരു സമയമായിരുന്നു അന്ന്. അതിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആനന്ദേട്ടൻ നിർമ്മിച്ച ദീൻ തരികിട ദോം എന്ന് പറയുന്ന സിനിമ, പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിച്ച ഹലോ മൈ ഡിയർ റോങ് നമ്പർ, പിന്നെ രഞ്ജി മാത്യുവും ഞാനും എല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ച ആരംഭളസരം കിന്നരം എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ ബാലൻ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ബാലൻ സജീവമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും പ്രൊഡക്ഷൻ രംഗത്തും ഇറങ്ങി ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ബാലനെ ആരും മറക്കത്തില്ല. 2-3 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധം. 2, അദ്ദേഹം എടുത്ത സിനിമകളുടെ പേര്. അല്ലാതെ പിന്നെ എന്ത് കാര്യത്തിനുള്ളൂ ബാലൻ്റെ ഇവിടെ നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ നോക്കണം. എല്ലാവരും ഇങ്ങനെ ബാലൻ്റെ കൂടെ എന്ത് കാര്യത്തിൽ നിൽക്കുന്നവരാണ്. ഒരു കുടുംബ സുഹൃത്തുമാണ്. മലയാളത്തിൽ മൂല്യവും അതിപ്രാധാന്യവുമുള്ള സിനിമകൾ ചെയ്യാൻ ബാലന് കഴിഞ്ഞുവെന്ന് കവിയും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. പിന്നീട് സിനിമയിൽ നിന്ന് വിട്ടുനിന്നു ബാലൻ. കാരണം അത് മലയാള സിനിമ വ്യവസായം ലാഭകരമല്ല എന്ന് ആരെക്കാളും കൂടുതലായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. കാരണം 26 പടം പ്രൊഡ്യൂസ് ആളാണ്. അപ്പോൾ ഈ പടങ്ങളിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, മൊത്തം നോക്കുകയാണെങ്കിൽ ഭീമമായ നഷ്ടമാണ്. അപ്പോൾ ഈ മലയാള സിനിമ നിർമ്മാണം ലാഭകരമല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ രംഗത്ത് നിൽക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നല്ല നിർമ്മാതാക്കൾ. നഷ്ടം സഹിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരാളായിരുന്നു ബാലൻ. ഗാന്ധിമതി എന്ന ബാനറിൽ ബാലൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എന്നും കനലണയാതെ നീറി നിൽക്കും. ശാന്തി കവാടത്തിൽ ബാലനെ അന്ത്യയാത്രയാക്കാൻ എത്തിയവർ വിങ്ങലോടെയാണ് മടങ്ങിയത്. അതെ, ഗാന്ധിമതി എന്ന ബാനറിൽ ഇനി മലയാള സിനിമയ്ക്ക് മറ്റൊരു ബാലൻ ഇല്ലെന്ന തിരിച്ചറിവോടെ സഹൃദയ ലോകത്തിനൊപ്പം ഞങ്ങളുടെയും പ്രണാമം. ജനം, തിരുവനന്തപുരം.